വചനം 133. അം അതല്ല അതോ കുന്തും നിങ്ങൾ ആയിരുന്നുവോ ശുഹദാ സാക്ഷികൾ സന്നിഹിതർ ഇദ് ഹദറ ആസന്നമായ സന്ദർഭത്തിൽ യാക്കൂബിന് അൽ മൗത്തു മരണം ഇദ് ഖാല അതായത് അദ്ദേഹം പറഞ്ഞപ്പോൾ ലിബനീഹി തൻ്റെ മക്കളോട് തൻ്റെ പുത്രന്മാരോട് മാ തഅബുദൂന നിങ്ങൾ എന്തിനെ ആരാധിക്കും, നിങ്ങൾ ഏതിനെ ആരാധിക്കും, മിൻ ബഅദി എൻ്റെ ശേഷം, ഖാലു അവർ പറഞ്ഞു, നഅബുദു ഞങ്ങൾ ആരാധിക്കും, ഇലാഹക്ക നിങ്ങളുടെ ആരാധ്യനെ, നിങ്ങളുടെ ദൈവത്തെ, വ ഇലാഹ ആബായിക നിങ്ങളുടെ പിതാക്കളുടെ ആരാധ്യനെയും, ഇബ്രാഹീമ അതായത് ഇബ്രാഹിമിൻ്റെ, വ ഇസ്മാഈല ഇസ്മാഈലിൻ്റെയും, വ ഇസ്ഹാഖ ഇസ്ഹാഖിൻ്റെയും, ഇലാഹൻ വാഹിദൻ ഒരേ ഒരു ആരാധ്യനെ, വ നഹ്നു ലഹു ഞങ്ങളാകട്ടെ അവന്, മുസ്ലിമോൻ മുസ്ലിങ്ങളാകുന്നു താനും കീഴൊതുങ്ങിയവർ ആകുന്നു താനും. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. അതല്ല, യാക്കൂബിന് മരണം ആസന്നമായ അവസരത്തിൽ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നുവോ? അതായത് അദ്ദേഹം തൻ്റെ മക്കളോട് നിങ്ങൾ എൻ്റെ ശേഷം എന്തിനെയാണ് ആരാധിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ ആരാധ്യനും നിങ്ങളുടെ പിതാക്കളുടെ അഥവാ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ആരാധ്യനുമായുള്ളവനെ, അതെ ഒരേ ഒരു ആരാധ്യനെ തന്നെ ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ അവന് കീഴൊതുങ്ങിയവരും ആയിരിക്കും അഥവാ മുസ്ലിങ്ങളും ആയിരിക്കും. വചനം 134. തിൽക്ക അത്, ഉമ്മത്തുൻ ഒരു സമുദായമത്രേ, ഖദ് ഖലത് അത് കഴിഞ്ഞുപോയി, ലഹ അതിനുണ്ട് ഉണ്ടായിരിക്കും, മാ കസബത്ത് അത് സമ്പാദിച്ചു വച്ചത് നേടിയത്, വലക്കും നിങ്ങൾക്കുമുണ്ട്, മാ കസബത്തും നിങ്ങൾ സമ്പാദിച്ചു വച്ചത്, വലാ തുസ്അലൂന നിങ്ങളോട് ചോദിക്കപ്പെടുന്നതുമല്ല, അമ്മാ കാനു അവർ ആയിരുന്നതിനെപ്പറ്റി, യഅമലൂൻ അവർ പ്രവർത്തിക്കും. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. അതൊരു സമുദായം, അത് കാലം കഴിഞ്ഞുപോയി, അത് സമ്പാദിച്ചു വെച്ചത് അതിനുണ്ടായിരിക്കും, നിങ്ങൾ സമ്പാദിച്ചു വെച്ചത് നിങ്ങൾക്കുമുണ്ടായിരിക്കും, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടുന്നതുമല്ല. 133, 134 എന്നീ വചനങ്ങളുടെ വിശദീകരണം. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ പാരമ്പര്യവാദികളായ അറബി മുശ്രിക്കുകളെയും ഇസ്രായേല്യരായ അവിശ്വാസികളെയും പൊതുവെ അഭിമുഖീകരിക്കുന്നതാണ് മേൽക്കണ്ട ചോദ്യം. ആ വാദത്തിൻ്റെ ഒരു ഖണ്ഡനമാണത്. ഇബ്രാഹിം അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം എന്നിവരുടെ വസിയ്യത്തിനെപ്പറ്റി കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞുവല്ലോ. അറബികളുടെയും ഇസ്രായേല്യരുടെയും സ്ഥിതിഗതികളാകട്ടെ അതിന് ഘടകവിരുദ്ധവുമാണ്. അവരുടെ നിലപാട് കണ്ടാൽ ആ വസിയ്യത്ത് മേലുദ്ധരിച്ച മാതിരിയിലല്ല മറ്റേതോ വിധത്തിലായിരുന്നു എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് അവരോട് നിങ്ങൾ ആ വസിയ്യത്ത് നടന്നപ്പോൾ അവിടെ ഹാജരുണ്ടായിരുന്നുവോ എന്ന് നിഷേധരൂപത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. യാക്കൂബ് അലൈഹിസ്സലാമിന് മരണമടുത്ത സമയത്ത് അദ്ദേഹം തൻ്റെ മക്കളെ വിളിച്ച്, എൻ്റെ ശേഷം നിങ്ങൾ ആരെയാണ് ഇലാഹായി സ്വീകരിച്ചാരാധിക്കുക, അഥവാ നിങ്ങൾ തൗഹീദിൻ്റെ മാർഗം വിട്ടേച്ച് ഇതര ജാതിക്കാരുടെ ദൈവങ്ങളെ സ്വീകരിച്ചേക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി. അവർ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും അഥവാ ഞങ്ങളുടെ പിതാമഹന്മാരും ചെയ്തിരുന്ന മാതിരി അള്ളാഹുവിനെ തന്നെ ആയിരിക്കും ഞങ്ങൾ ആരാധിക്കുക, ഞങ്ങൾ മുസ്ലിങ്ങളായി തന്നെ ജീവിക്കും, മറ്റൊരു മാർഗവും ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്നൊക്കെ.
ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. അങ്ങനെയല്ല, മറ്റൊരു വിധത്തിലായിരുന്നു അതെന്ന് നിങ്ങൾ വാദിക്കുന്ന പക്ഷം അതറിയുവാൻ തക്കവണ്ണം നിങ്ങൾ അപ്പോഴവിടെ ഹാജറുണ്ടായിരുന്നുവോ? ഇല്ലെന്ന് തീർച്ച തന്നെ. അതിരിക്കട്ടെ, സംഭവിച്ചത് എന്തുതന്നെയായാലും ശരി, അവരെല്ലാം എത്രയോ മുമ്പ് കഴിഞ്ഞുപോയി. അവരെല്ലാം ഒരേ ആദർശത്തിലും മാർഗത്തിലും അടിയുറച്ചു ജീവിച്ചവരായിരുന്നു. അവരെപ്പറ്റി തർക്കിച്ചിട്ട് കാര്യമില്ല. അവരുടെ കർമ്മഫലം അവർക്ക് മാത്രമായിരിക്കും. നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം. അവരുടെ പിന്തുടർച്ചക്കാരാണെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടുകയില്ല. അവരുടെ ചെയ്തികളെപ്പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടുകയില്ല. നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാരമ്പര്യവാദത്തിന് ഒരർത്ഥവുമില്ല എന്ന് സാരം. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ പിതാവ് ഇസ്ഹാഖ് അലൈഹിസ്സലാം ആകുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പിതൃവ്യനാകുന്നു. പിതാക്കളുടെ കൂട്ടത്തിൽ പിതൃവിനെയും എണ്ണിയിരിക്കുകയാണ്. ഏതാണ്ട് പിതാവിൻ്റെ സ്ഥാനം തന്നെയാണല്ലോ പിതൃവ്യനുമുള്ളത്. കസബ് അഥവാ സമ്പാദ്യം കൊണ്ടുദ്ദേശം ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന കർമ്മങ്ങളത്രേ. അതാണല്ലോ പരലോകത്തേക്ക് ഈ ലോകത്തു നിന്ന് നേടിവെക്കുവാനുള്ള സമ്പാദ്യം. നല്ല കർമ്മമെങ്കിൽ നല്ല സമ്പാദ്യവും ചീത്ത കർമ്മമെങ്കിൽ ചീത്ത സമ്പാദ്യവുമായിരിക്കുമെന്നു മാത്രം.